കംബോഡിയയിലെ കൊറോങ് എന്ന ഒരു ചെറു ദ്വീപിലേക്ക്, അല്ല, ഒരു ചെറു സ്വർഗത്തിലേക്കുള്ള ബോട്ട് യാത്രയിലാണ് ഞങ്ങൾ. നല്ല പഞ്ചസാര മണൽത്തരികളും നീലിമയുടെ വിവിധ വർണ്ണങ്ങൾ ചാലിച്ച കടലും പളുങ്ക് പോലത്തെ വെള്ളമുള്ള അതിമനോഹരമായ ബീച്ചുകളും ഒക്കെയായി തായ്ലാൻഡിനെയും മാൽഡീവ്സിനെയും വരെ പിന്നിലാക്കുന്ന, എന്നാൽ നമ്മളധികം അറിയാത്ത ഒരു ഉല്ലാസ ദ്വീപാണ് കൊറോങ്. DJ പാർട്ടികളും കളികളും ആക്ടിവിറ്റികളും ഒക്കെയായി ഈ ന്യൂ ഇയർ ആഘോഷമാക്കാനാണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. കംബോഡിയയിലെ ഷിനോക്വില്ലിൽ നിന്നും അരമണിക്കൂർ സ്പീഡ് ബോട്ട് യാത്രയുണ്ട് കൊറോങ് എന്ന ദ്വീപിലേക്ക്. വന്നിറങ്ങുമ്പോൾ തന്നെ ഇവിടുത്തെ തെളിഞ്ഞ നീല വെള്ളവും നല്ല വെളുത്ത മണലുമുള്ള ബീച്ച് ഒരു സ്വർഗത്തിലേക്ക് എന്ന പോലെ നമ്മളെ സ്വാഗതം ചെയ്യുന്നു. ഹോട്ടലിൽ സാധനങ്ങളൊക്കെ വെച്ച് നേരെ ബീച്ചിലേക്ക് നടന്നു. അതിമനോഹരമായ ബീച്ച്. ഇവിടുത്തെ ഭംഗി പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കണ്ടും അനുഭവിച്ചും തന്നെ അറിയണം. കടലിന് ആഴം വളരെ കുറവാണ്, തിരയും കുറവ്. അതുകൊണ്ട് തന്നെ എത്ര ദൂരം വേണമെങ്കിലും കടലിൽ ഇറങ്ങി നടക്കാം. കടലിൻ്റെ അടിത്തട്ട് കാണുന്ന വിധത്തിലുള്ള തെളിഞ്ഞ വെള്ളം. സ്വിമ്മിംഗ് പൂളിൽ പോലും ഇത്ര തെളിഞ്ഞ വെള്ളം കാണാറില്ല. ഇത്രയും മനോഹരമായ ബീച്ച് കണ്ട സന്തോഷത്തിൽ കുറേ നേരം വെള്ളത്തിലും മണലിലുമെല്ലാം കളിച്ചു. പിന്നെ ഫുഡ് കഴിക്കാമെന്ന് വെച്ചു. സീ ഫുഡാണല്ലോ ബീച്ചിൽ വന്നാൽ മെയിൻ. ഫിഷ് ഫ്രൈ, ടോമിയം സീ ഫുഡ് സൂപ്പ്, സീ ഫുഡ് ഫ്രൈഡ് റൈസ് ഒക്കെയായി ഒരു സീ ഫുഡ് ലഞ്ച് തന്നെയാക്കി. തായ് സ്റ്റൈലിനോട് സമാനമാണ് ഇവിടുത്തെ ഫുഡ്. തേങ്ങാപ്പാലൊക്കെ ചേർത്തുണ്ടാക്കിയ സൂപ്പ് നല്ല ടേസ്റ്റാണ്. ഇതുപോലത്തെയും ഇതിനേക്കാൾ മനോഹരമായ ഒരുപാട് ബീച്ചുകൾ ഈ ദ്വീപിലുണ്ട്. അവിടേക്കൊക്കെ നാളെ പോകുന്നുണ്ട്. ഇന്നിനി നമ്മൾ ഒരു പാർട്ടിക്കാണ് പോകുന്നത്. ന്യൂ ഇയറിൻ്റെ തലേന്നാണ് ഞങ്ങളിവിടെ എത്തിയത്. പുതുവർഷം പ്രമാണിച്ചുള്ള ആഘോഷങ്ങളൊക്കെ നടക്കുകയാണ്. നെസ്റ്റിവൽ എന്ന ബീച്ചിനടുത്ത് തന്നെ നടക്കുന്ന പാർട്ടിക്കാണ് ഞങ്ങൾ പോകുന്നത്. 3 സ്റ്റേജുകളായി DJയും വിവിധ കളികളും പെർഫോമൻസും ഡാൻസും പാട്ടുമൊക്കെയായി ഇന്ന് തുടങ്ങി നാളെ പുലർച്ചെ വരെ നീളുന്ന പരിപാടിയാണ്. ഇതാ ഇവിടെ ആവേശോജ്വലമായ വടംവലി മത്സരം നടക്കുന്നു. അടുത്ത് വീൽ ബാരോ റേസ്. ജയിക്കുന്നവർക്ക് ക്യാഷ് പ്രൈസ് ഒക്കെയുണ്ട്. കുറേ പേർ ബീച്ചിൽ നീന്തി കളിക്കുന്നു. ഇതിലൊന്നും കൂടാതെ വേറെ ചിലർ ബിയറൊക്കെ അടിച്ച് ബീച്ചിൽ ചില്ല് ചെയ്യുന്നു. മൊത്തത്തിൽ അടിപൊളി ഒരു വൈബ് തന്നെയാണ് ഇവിടെ. ഇതിനിടയിൽ നമ്മൾ 90s കിഡ്സിൻ്റെ ഒരു മെയിൻ ഐറ്റം ഞങ്ങൾ ഇറക്കി. ഈ കളിയുടെ പേരറിയുന്നവർ കമൻറ്റ് ചെയ്യണേ.
രാത്രി ഫുൾ പാട്ടും ഡാൻസും ആഘോഷവുമാണിവിടെ. ഇടയ്ക്ക് ഓരോരോ പെർഫോമൻസ് ഉണ്ട്. കംബോഡിയൻ ഫയർ ഡാൻസ് ആണത്. അടിപൊളി ഷോ. തീ കത്തിച്ച് കമ്പിനടിയിലൂടെ അതിൽ മുട്ടാതെ നടന്ന് അപ്പുറത്തെത്തുന്നതും ഒരു ഗെയിമാണ്. അങ്ങനെ 2026 തുടക്കമായി. ഇവിടെ കംബോഡിയയും തായ്ലാൻഡുമായി യുദ്ധം നടക്കുന്നതിനാൽ ഈ കൊല്ലം ഫയർ വർക്ക്സ് ഒന്നുമില്ല. പക്ഷെ പാട്ടും ആഘോഷങ്ങളുമൊക്കെയായി നേരം വെളുക്കും വരെ ഇവിടെ പരിപാടികൾ തുടരും. യാത്രയുടെയൊക്കെ ക്ഷീണം കാരണം നമ്മൾ ന്യൂ ഇയർ ആഘോഷം മതിയാക്കി കിടന്നുറങ്ങാൻ തീരുമാനിച്ചു. പിറ്റേന്ന് രാവിലെ എണീറ്റ് ഇവിടുത്തെ തനതായ രീതിയിൽ പച്ചിലകളൊക്കെ ഇട്ടുണ്ടാക്കിയ ഒരു ഖമേർ ചായയൊക്കെ കുടിച്ച് ഈ ഐലൻഡ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനിറങ്ങി. അതിമനോഹരങ്ങളായ നിരവധി ബീച്ചുകളാണ് ഇവിടെയുള്ളത്. ഇവിടെ എല്ലാം കറങ്ങി നടക്കാൻ സ്കൂട്ടറാണ് ഉത്തമം. ഒരു ചെറു ദ്വീപായതുകൊണ്ട് ഇവിടെ ഹെൽമെറ്റ് പോയിട്ട് നമ്പർ പ്ലേറ്റ് പോലും ആർക്കുമില്ല. വഴികളൊക്കെ മോശമാണ്. ഡെവലപ്പായി വരുന്നതേ ഉള്ളൂ. ഒരുപാട് ഭാഗങ്ങൾ മൺവഴിയാണ്. നമ്മുടെ ബജാജ് ഓട്ടോറിക്ഷ ഇവിടെ ഉണ്ട് കേട്ടോ. ടുക് ടുക് എന്നാണ് ഇവർ അതിനെ വിളിക്കുന്നത്. ഇന്ന് ഫസ്റ്റ് പോകുന്നത് കോക്കനട്ട് ബീച്ചിലേക്കാണ്. ഇവിടെ കുറേ തെങ്ങുകൾ ഉള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു ആ പേര് വന്നത്. പല ഷെയ്ഡിലുള്ള നീലക്കടലും ആകാശവും ഒക്കെ കൂടി അടിപൊളി ഒരു ദൃശ്യം തന്നെയാണ് ഇവിടെ. തിരക്ക് ഇന്നലത്തെ ബീച്ചിനേക്കാൾ കുറവാണ്. ഫോട്ടോസ് എടുക്കാനൊക്കെ സൂപ്പർ സ്ഥലം. അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് അടുത്ത ബീച്ചിലേക്ക് വിട്ടു. പഗോഡ ബീച്ച്. ഇടയ്ക്ക് കുറച്ച് വഴിയൊക്കെ തെറ്റിക്കറങ്ങി. ഗൂഗിൾ മാപ്പൊക്കെ ഇവിടെ ശോകമാണ്. പല വഴികളും അതിലില്ല. പിന്നെ ഒരുപാടിടത്ത് റേഞ്ചും ഇല്ല. അങ്ങനെ ഏതിലൊക്കെയോ കയറി ഒടുവിൽ ബീച്ചെത്തി. പഗോഡ ബീച്ചിൽ കുറച്ച് ലക്ഷറി പ്രോപ്പർട്ടീസ് ആണുള്ളത്. കയാക്കിംഗ് പോലത്തെ ആക്ടിവിറ്റീസും ഇവിടെയുണ്ട്.
അവിടെ നിന്നും പോകും വഴി ലഞ്ച് കഴിക്കാനായി ഒരു കടയിൽ കയറി. ഫ്രൈഡ് റൈസും ഇവിടുത്തെ ഫേമസ് ലോക്ലാക് ബീഫും അമോക് ഫിഷും ഒക്കെയായി അടിപൊളി ഒരു ഫുഡ്. ഇവിടെ അടുത്ത് ഒരു ബീച്ചും റിസോർട്ടും ഒക്കെയുണ്ട്, പാം ബീച്ച്. ഒരു വെറൈറ്റി ബീച്ചാണ്. കടലിൽ ചെറു തുരുത്തുകൾ പോലെ മണൽ, മരുഭൂമിയിലെ സാൻഡ് ഡ്യൂൺസ് ഒക്കെ പോലെ. ഇവിടുത്തെ ഓരോ ബീച്ചുകൾക്കും ഓരോ പ്രത്യേകതകളുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ ബീച്ചുകൾ കണ്ടു നടക്കുമ്പോൾ ഒരാവർത്തന വിരസതയും തോന്നുന്നില്ല. അടുത്തത് എങ്ങനായിരിക്കും എന്ന് കാണാനും കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനുമുള്ള എക്സൈറ്റ്മെൻ്റ് ആണ് തോന്നുന്നത്. അവിടുന്ന് അടുത്ത ബീച്ച് കാണാൻ പുറപ്പെട്ടു, ലോൺലി ബീച്ച്. പേര് പോലെ തന്നെ ഒരു ഒറ്റപ്പെട്ട ഇടത്ത് കൊണ്ടുപോയി വെച്ചിരിക്കുകയാണ്. എത്തിപ്പെടാൻ കുറച്ച് കഷ്ടപ്പെടണം. ഏറ്റവും ലോങ്ങസ്റ്റ് ആൻഡ് ടഫസ്റ്റ് റൈഡ് ഇതായിരുന്നു. ഏതായാലും ഒരു അടിപൊളി ഓഫ് റോഡ് എക്സ്പീരിയൻസ് ഫ്രീ ആയി കിട്ടി. എത്താൻ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ഇവിടെ തിരക്ക് തീരെ കുറവാണ്. എന്നാലും വരുന്നവർക്കായി കഫേയും ബാറും ഒക്കെയുണ്ട്. മുൻപ് കണ്ടതിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ വെള്ള മണലല്ല കേട്ടോ, കുറച്ച് ബ്രൗൺ കളറിലാണ്, നമ്മുടെ നാട്ടിലെയൊക്കെ പോലെ. പക്ഷേ കടൽ വെള്ളം നല്ല നീല നിറം തന്നെയാണ്. ഇവിടെ തിര കുറവായത് കൊണ്ടായിരിക്കും ഇത്രയും ക്ലിയറായി വെള്ളമുള്ളത്. അവിടെ നിന്ന് നമ്മുടെ ലാസ്റ്റ് സ്റ്റോപ്പായ ലോങ് ബീച്ചിലേക്ക്. വൈകുന്നേരം സമയമാണ്, അടിപൊളി സൺസെറ്റാണ് പ്രതീക്ഷ. അഞ്ചാറ് കിലോമീറ്റർ നീണ്ടു കിടക്കുന്ന ബീച്ചാണിത്. നല്ല പൗഡർ പോലെ സൂക്ഷ്മമായി വെളുത്ത മണൽ. ഇതിൽ ചവിട്ടുമ്പോഴുള്ള സൗണ്ട് കേട്ടോ, ഇറ്റ്സ് സ്ക്വീക്കി ക്ലീൻ. എന്തായാലും ഈ സമയം വന്നത് നന്നായി. അതിമനോഹരമായ സൺസെറ്റാണ് ഇവിടെ. അതിൻ്റെ കൂടെ കടലിൽ ഒരു കുളിയൽ. സ്വപ്നത്തിലൊക്കെ കാണുന്ന ഒരു സീൻ യാഥാർത്ഥ്യമായതുപോലെ. ശരിക്കും ഒരു സർറിയൽ എക്സ്പീരിയൻസ്. അങ്ങനെ ഒരു അടിപൊളി സൺസെറ്റും കുളിയും കഴിഞ്ഞ് തിരിച്ചെത്തി. ഇവിടെ ഫിഷ് ബാർബക്യൂ ഉണ്ടാക്കുന്ന ഒരു കടയിൽ നിന്നും ഒരു ആവോലിയും ഒരു ചെമ്പല്ലിയും ഓർഡർ ചെയ്തു. മസാല ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്കത്ര ഇഷ്ടപ്പെട്ടില്ല ഇത്. എന്തായാലും ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അടിപൊളി ട്രിപ്പ് തന്നെയായിരുന്നു ഇത്. കോർ മെമ്മറി അൺലോക്ക്ഡ്. ഇവിടെ നിന്ന് മടങ്ങണമെന്ന് ഓർക്കുമ്പോൾ ഒരു വിഷമം. കുറേ നാൾ ഇവിടെ നിന്ന് ഓരോ ബീച്ചുകളിലും പോയി ചുമ്മാ കിടന്ന് ചിൽ ചെയ്താൽ കൊള്ളായിരുന്നു. എക്സ്പ്ലോർ ചെയ്യാത്ത ബീച്ചസ് ഇനിയും ഒരുപാടുണ്ട് ഇവിടെ. തീർച്ചയായും കുറച്ച് ദിവസം നിൽക്കാനായി വീണ്ടും വരണം.